മക്കളെ ഈ സെറ്റപ്പ് കാണുമ്പോഴറിയാം മുകളിലൊരു ക്വസ്റ്റ്യൻ കാണും, താഴെ ഞാൻ ആൻസറും ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ സൈസ് 1/8 ആയിട്ട് കുറഞ്ഞു എങ്കിൽ ഭൂമിയുടെ ഡ്യൂറേഷൻ ഓഫ് ദി ഡേക്ക് എന്താണ് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 24 മണിക്കൂറാണല്ലോ, അപ്പോൾ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ദി ഡേക്ക് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ബോഡിയുടെ സൈസ് 1/8 ആയിട്ട് കുറഞ്ഞാൽ, അതായത് ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയത്തിൻ്റെ 1/8 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാവോടാ, റേഡിയസ് നേരെ പകുതിയാവും. അപ്പോൾ നമുക്ക് പറയാം ഫൈനൽ റേഡിയസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ റേഡിയസിൻ്റെ എന്തായിരിക്കും, പകുതി ആയിരിക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ലടാ. ഇനി നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം അനുസരിച്ച് ഇനിഷ്യൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ ആംഗുലാർ മൊമെൻറ്റത്തിന് എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, I1 ω1 ആണ്. അപ്പോൾ I2 ω2 ആണ് ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഐക്ക് വരെ നമുക്ക് എടുക്കാം 2/5 mr² ആണ് സ്പിയർ ആയതുകൊണ്ട് 2/5 mr². ω1 വരെ നമുക്ക് എഴുതാം 2π/T1 ആണ്. I2 വരെ നമുക്ക് എഴുതാം 2/5. റേഡിയസ് നേരെ പകുതിയായി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ മാസിന് മാറ്റമില്ല, റേഡിയസ് നേരെ പകുതിയായി, അതിൻ്റെ എന്താണ് വരുന്നത്, സ്ക്വയർ വരും. പിന്നെ 2π/ എന്ത് വരും മക്കളെ, T2 വരും. ഇനി നമുക്ക് വെട്ടിക്കളയുന്നതൊക്കെ വെട്ടിക്കളയാം. അവസാനം നമുക്ക് T2 = നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാവോടാ, T1/4 എന്ന് കിട്ടും. T1 എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. 24/4 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 6 മണിക്കൂറാണ്. അടിപൊളി ക്വസ്റ്റ്യൻ ഇടാൻ മോനെ.